ഇല്ല, നിബന്ധന എഴുതുക എന്നുള്ളതാണ്. മൗലിദിൽ എന്തുണ്ട് എന്തില്ല, മധുറുണ്ടോ ദമ്മുണ്ടോ, മൗലിദിൽ ശിർക്കുണ്ടോ, ചരിത്ര വസ്തുതയ്ക്ക് നിരക്കാത്തതുണ്ടോ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കൊച്ചാക്കുന്ന പരിഹസിക്കുന്ന വസ്തുതകളുണ്ടോ, അബദ്ധങ്ങളുണ്ടോ, തെറ്റുകളുണ്ടോ, അതിന്റെ വിദഗ്ധത്തിന്റെ രൂപങ്ങൾ എന്ത്, വേണമെങ്കിൽ ഒരു സാമ്പിൾ ഞാൻ തരാം. അപ്പൊ സിദ്ദീഖ് മൗലിദിൽ നിന്ന് അല്ല, അപ്പൊ സാമ്പിൾ വേണ്ടെങ്കിൽ ഈ നിബന്ധന എഴുതാനുള്ള കാര്യമാണ്. ഒരു വിഭാഗം സംസാരിക്കുന്ന സമയത്ത് മറുവിഭാഗം ദയവ് ചെയ്ത് നിശബ്ദത പാലിക്കുക. ഇനി ഇല്ല ഇവിടെ എന്താ സിദ്ദീഖ് ഒരു സാമ്പിൾ തരാന്ന് പറഞ്ഞപ്പോ നൗശാസിനിക്ക് അറിയാ എന്താപ്പ വായിക്കാൻ പോണേന്ന് അല്ലേ? ഏയ് സാമ്പിൾ ഒന്നും വേണ്ട. എന്തേ ധൈര്യമൊക്കെ എവിടെ പോയി മുസ്ലിയാക്കന്മാരെ, എവിടെ പോയി? നിങ്ങളല്ലേ വേദി കിട്ടിയാൽ വെല്ലുവിളിയുമായി വരാറുള്ളത്, എവിടെ പോയി നിങ്ങളുടെ ധൈര്യം? ഇനിയോ നമ്മുടെ പേരോട് സഖാഫി നിങ്ങൾ പലപ്പോഴും കണ്ടതായിരിക്കും. പേരോട് സഖാഫി സിദ്ദീഖ് മൗലിദിലെ കള്ളക്കഥയെ എതിർത്ത് പറയുന്ന ഭാഗം ആദ്യം സിദ്ദീഖ് മൗലിദ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുമ്പ് ചർച്ചയ്ക്ക് വന്നതാണ്, എങ്കിലും വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറയുകയാണ്. സിദ്ദീഖ് മൗലിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു മൗലിദ് കള്ളക്കഥയാണ്. ഇതിലുള്ള പലതും കള്ളക്കഥയാണ്. ഇതിൽ പറയുന്ന ഒരു ഭാഗം എന്താണെന്നറിയോ? ഇതിൽ പറയുന്ന ഭാഗം എന്താ നിങ്ങൾ അറിയോ? പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു പെണ്ണ് സ്വപ്നം കണ്ടു അത്രേ. എന്താ സ്വപ്നം? തന്റെ വീടിന്റെ അടുത്തുള്ള ഈന്തപ്പന മരം മറിഞ്ഞു വീണു. ശരിക്കും മനസ്സിലാക്കണം നിങ്ങള്, ഈന്തപ്പന മരം മറിഞ്ഞു വീണു സ്വപ്നം കണ്ടു. അപ്പോഴോ ഭർത്താവ് നാട്ടിലില്ല, ഉപരി യാത്രയിലാണ്. ഈ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം പറയുന്നു. ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, എന്ത്? ഫഖാല യജിബു അലൈകി സ്വബ്റു, പെണ്ണേ നീ ക്ഷമിക്കൽ നിർബന്ധമാണ്. എന്താ കാരണം അറിയോ? ഫലൻ തസ്തമഇ ബിഹി അബദാ, കാരണം നീ ഒരിക്കലും നിന്റെ ഭർത്താവുമായി ഇനി കണ്ടുമുട്ടില്ല, നിങ്ങൾ ഒരുമിച്ച് ചേരില്ല. പെണ്ണ് സ്വാഭാവികമായി കരഞ്ഞ് അവിടുന്ന് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോ വഴിയിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കണ്ടു എന്നാ. അപ്പൊ സിദ്ദീഖിനോട് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്റെ ഭർത്താവ് യാത്രയിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞോ? പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു അത്രേ, എന്ത്? ഇദ്ഹബി ഫഇന്നകി തജ്തമഈന ബിഹി ഫീ ഹാദിഹിൽ ലൈല, പെണ്ണേ നീ പൊയ്ക്കോ, ഇന്ന് രാത്രി തന്നെ നിന്റെ ഭർത്താവുമായി നീ സന്ധിക്കുന്നതാണ്, നീ ബേജാറാവണ്ട, പേടിക്കണ്ട, പൊയ്ക്കോ. പെണ്ണ് വീട്ടിൽ ചെന്നു. റസൂൽ അങ്ങനെ പറഞ്ഞു, സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞു, ഏതാപ്പ ശരിയുള്ളവർക്ക് ഇങ്ങനെ ചെന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് കള്ളക്കഥ തുടരുന്നു. ആ പെണ്ണിന്റെ ഭർത്താവ് വന്നിരിക്കുന്നു അത്രേ. ആര് പറഞ്ഞ പോലെ? സിദ്ദീഖ് പറഞ്ഞ പോലെ. ആര് പറഞ്ഞ പോലെ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലല്ല. അപ്പൊ ആര് പറഞ്ഞ ശരിയായി? സിദ്ദീഖ് പറഞ്ഞ ശരിയായി. ആര് പറഞ്ഞ കളവായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കളവായി. എത്ര നഊദു ബില്ലാഹ്. ഈ കള്ളമാല. എന്നിട്ട് രസം അവിടെ അല്ല, ഈ പെണ്ണ് നേരെ ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക്. നബിയെ നിങ്ങൾ പറഞ്ഞ പോലല്ലോ, എന്റെ ഭർത്താവ് വന്നല്ലോ. അപ്പോഴോ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനളറ ഇലൈഹാ തവീലാ വതഫക്കറ അദീലാ. റസൂലുള്ളാഹി പെണ്ണിനെ ഇങ്ങനെ നോക്കി, വന്നോ എന്ന് വിലക്കി നോക്കി. അപ്പോഴോ ഫജാഅഹു ജിബ്രീൽ, ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വന്നു. എന്നിട്ടോ വഖാല, ജിബ്രീൽ പറഞ്ഞു അത്രേ, യാ മുഹമ്മദു, അല്ലയോ മുഹമ്മദ് നബിയെ, അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നിങ്ങൾ പറഞ്ഞില്ലേ വരൂലാന്ന്, അതാണ് സത്യം, അതാണ് ഹഖ്. വലാകിൻ ലമ്മാ ഖാല സിദ്ദീഖ്, പക്ഷേ സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഇന്നകി തസ്തമീന ബിഹി ഫീ ഹാദിഹിൽ ലൈല, ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ഭർത്താവുമായി സന്ധിക്കുമെന്ന് സിദ്ദീഖ് പറഞ്ഞല്ലോ. അപ്പോ ഇസ്തഹിയല്ലാഹു മിൻഹു അൻ യജ്രി അലാ ലിസാനിൽ കദിബു ലിഅന്നഹു സിദ്ദീഖ്. സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വരുന്നതിൽ അള്ളാഹ്ക്ക് ലജ്ജ തോന്നിപ്പോയി. കാരണം അദ്ദേഹം സത്യം മാത്രം പറയുന്ന ആളാണല്ലോ, അദ്ദേഹത്തിന്റെ നാവിലൂടെ കളവ് വരാൻ പാടില്ലല്ലോ. അതാണ് സംഭവിച്ചത്. എന്താ തിരിച്ചു വന്നത്? സിദ്ദീഖിന്റെ നാവിലൂടെ കളവ് വന്നാൽ അള്ളാഹ്ക്ക് വിഷമം, എന്നാ റസൂലുള്ളാഹിന്റെ നാവിലൂടെ കളവ് വന്നാലോ അത് പ്രശ്നമല്ല അല്ലേ? ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞു എന്ന് ധ്വനിപ്പിക്കുന്ന മൗലിദ് ഞങ്ങൾ ചോദ്യം ചെയ്തു ഇതിനെ, അല്ലേ?
അപ്പോ ഗത്യന്തരമില്ലാതെ പേരോട് സഖാഫിയത നാദാപുരം പ്രസംഗത്തിൽ കുമ്പസരിക്കുന്നു. ഇല്ല, ഞങ്ങൾക്കതുമായി ബന്ധമില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിച്ചതായി നിങ്ങൾക്ക് രേഖണ്ടോ? അത് മാത്രമല്ല, വേറെയും കുറെ കള്ളങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ സുദ്ദീഖ് മാലയെ മൗലിദിനെ കൈയൊടിക്കുകയാണ് പേരോട്. ആ രംഗം നിങ്ങൾ കാണുക. ശേഷം 1 2 3 4 5 6 തെളിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ അംഗീകരിച്ചത് ഇൻഷാ അല്ലാഹ് ശേഷം കേൾപ്പിക്കും. പേരോട് പറയണ്ടേ? അത് കേട്ടോളൂ. മൂപ്പര് പറയുന്നത് സിദ്ദീഖ് മൗലിദ് എന്നൊരു മൗലിദുണ്ട്. ഈ സിദ്ദീഖ് മൗലിദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ തരണ്ടായിട്ട് പോലും. അതാണ് അടുത്ത വിഷയം. ഞങ്ങൾക്ക് സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലിദ് ഓതിയാൽ ഞങ്ങൾ അംഗീകരിക്കും, മൗലിദ് എഴുതിയാൽ അംഗീകരിക്കും, ഓതിയാൽ അംഗീകരിക്കും. പക്ഷെ അത് ശരിയായ വിഷയങ്ങളായി പറയാവൂ. എന്നാ മൗലവി സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ, ഈ മൗലിദ് കിതാബ് എന്ന പേരിൽ ഇറക്കപ്പെടുന്ന ഈ നിങ്ങളെ മുജാഹിദിന്റെ CH മുഹമ്മദ് ആൻഡ് സൺസ്, അതെ, അതുപോലുള്ള ഓരോ സൺസുകൾ പുറത്തിറക്കുന്ന മൗലിദ് കിതാബ്, ആ മൗലിദ് കിതാബിൽ നിങ്ങൾ കൊടുക്കുന്ന, അതുപോലെ പലരും കൊടുക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയുമോ? ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ ഏതെങ്കിലും പണ്ഡിതന്മാര് മൗലിദ് രചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ കിതാബിൽ, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ മൗലിദിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്രയോ വിഷയങ്ങളുണ്ടെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അറിയാവുന്നതല്ലേ? അവർ പല സ്ഥലത്തും അത് പറഞ്ഞതുമല്ലേ? ഞങ്ങൾ എവിടെയെങ്കിലും ഈ സിദ്ദീഖ് മൗലിദ്, ഏതോ ഒരാളൊരു സിദ്ദീഖ് മൗലിദ് ഓതിയാലോ എഴുതിയാലോ തെറ്റാണെന്നല്ല, മറിച്ച് ഇവിടെ നിങ്ങൾ പറയുന്ന ഈ സിദ്ദീഖ് മൗലിദ്, നിങ്ങൾ ഓർക്കണം, ഈ സിദ്ദീഖ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞങ്ങളെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എടുത്തു ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കിതാബുകളിൽ തന്നെ ധാരാളം തിരിമറി നടത്തുന്ന നിങ്ങൾ, ഇൻഷാ അല്ലാഹ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ പോകുന്നുണ്ട്. ആ തിരിമറി നടത്തുന്ന നിങ്ങൾ മൗലിദ് കിതാബുകളിൽ എന്തെല്ലാം തിരിമറികൾ നടത്തി കാണും? അതൊക്കെ ഞങ്ങൾ ഉത്തരവാദിയാണോ? വേറെ എന്തൊക്കെ ഉണ്ട് ഇതിൽ തെറ്റ്? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ. സിദ്ദീഖ് മൗലിദ് എന്ന പേരിൽ നിങ്ങൾ വലിയ ജോറായിട്ട് എടുത്തു കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിൽ ഉള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ടങ്ങ് പറഞ്ഞുതരാം. ശരിയല്ലാത്ത വിഷയം പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല. ഇതില് ഉള്ള പല സംഗതികളും ഞങ്ങൾ അംഗീകരിക്കാത്ത പല സംഗതികളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കേൾപ്പിക്കാം, കേട്ടോളൂ. തുടക്കം തന്നെ അവ്വലു ഖലീഫത്തിഹി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാമിലുൽ ഈമാനി ബിൽ മനാബീന. കാമിലുൽ ഈമാനി ബിൽ മനാബീന പറഞ്ഞാൽ ഉറക്കോട് വിശ്വസിച്ചാണെന്നോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ എന്തായാലും പറയൂല എന്ന് ഉറപ്പാ. അഥവാ ഒരു പണ്ഡിതൻ എഴുതുന്നെങ്കിൽ ഒരു പക്ഷേ കാമിലുൽ ഈമാനി ഫിൽ അനാമി എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോ അങ്ങനെ ഒരാൾ എഴുതിയത് നിങ്ങൾ മാറ്റി പറിച്ചതായിരിക്കാനും മതി. ഇതുപോലെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് സംഗതികൾ. ഒരു ഉദാഹരണം, സുമ്മ ദഖല ഫിൽ ഇസ്ലാമി വഹു അബ്നു 38 സന, 38ാമത്തെ വയസ്സിൽ. ആ കൂട്ടിച്ചേർത്തതിനൊന്നും തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഉത്തരവാദികളല്ല. ഈ അച്ചടിച്ചു വരുന്ന ഈ മൗലിദ് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല. ഇതിലാണ് പറയുന്നത് എന്ത്? ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള്, നിന്റെ ഭർത്താവ് മടങ്ങി വരൂ, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല, നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും. എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും മടങ്ങി വരൂൻ. എന്നിട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല്